നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ സമാനതകളില്ലാത്ത തിരിച്ചടി തന്നെയാണ് LDF കേരളത്തിൽ നേരിട്ടിട്ടുണ്ടായിരുന്നത്. 20 സീറ്റിൽ ആകെ ഒറ്റ സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്, അതും ആലപ്പുഴയിൽ. കേരളത്തിൽ ശക്തമായ രാഹുൽ ഗാന്ധി തരംഗം തന്നെയായിരുന്നു അന്ന് ആഞ്ഞടിച്ചത്. LDFിനത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. പക്ഷേ ഇത്തവണ അത് സംഭവിക്കില്ല എന്നും കേരളത്തിൽ പരമാവധി സീറ്റുകൾ തങ്ങൾ നേടിയെടുക്കുമെന്ന വാശിയോടുകൂടി തന്നെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കം 5 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് CPMന്റെ പരിഗണനയിൽ ഇപ്പോഴുള്ളത്. അതിൽ 3 പേരുടെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. KK ശൈലജ ടീച്ചർ, തോമസ് ഐസക്, എളമരം കരീം എന്നിവരൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായി മാറുമെന്ന കാര്യത്തിൽ ഏകദേശ ഉറപ്പ് പുറത്തു വന്നിട്ടുണ്ട്. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ അതാത് ജില്ലാ കമ്മിറ്റികൾ CPM സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത പട്ടികയിലെ പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 21-ാം തീയതി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തിനോടെ 27-ാം തീയതി പട്ടിക പ്രഖ്യാപിക്കാനും തീരുമാനമുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം, MLA-മാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കളടക്കം പ്രമുഖരായിട്ടുള്ള മുഖങ്ങളെ തന്നെയാണ് CPM ഇത്തവണ മത്സരിപ്പിക്കാൻ പോകുന്നത്. പരിചയസമ്പന്നരെ കളത്തിലിറക്കി എങ്ങനെയും വോട്ട് നേടിയെടുക്കുക, പരമാവധി സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് CPMന് മുന്നിൽ ഇപ്പോഴുള്ളത്. മട്ടന്നൂർ MLA-യും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ ടീച്ചർ തന്നെയാണ് പ്രധാന തുറുപ്പുചീട്ട്. വടകരയിൽ ഇറക്കി തിരിച്ചു പിടിക്കാനുള്ളൊരു നീക്കം CPMന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പത്തനംതിട്ടയിലാകട്ടെ മുൻമന്ത്രിയായ ധനമന്ത്രിയായ TM തോമസ് ഐസക്കും ആലപ്പുഴയിൽ സിറ്റിംഗ് MP-യായ AM ആരിഫും മത്സരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഇക്കാര്യം തീരുമാനമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വടകരയിൽ പ്രദീപ് കുമാറിനെയും പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഇനി കോഴിക്കോട് സീറ്റിൽ ഒരു വനിതയെ നിർത്താമെന്നുള്ള ആലോചന ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. വനിതാ പ്രാതിനിധ്യം ആവശ്യമെന്നാണ് പറയുന്നത്. ശൈലജ ടീച്ചർ എന്തായിരുന്നാലും ഉണ്ടാകും. ഒരു വനിതയെ കൂടി നിർത്താനാണെങ്കിൽ കോഴിക്കോട് ഉയർന്നു കേൾക്കുന്നത് മേയർ ബീന ഫിലിപ്പിൻ്റെ പേര് തന്നെയാണ്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഒരുപക്ഷെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ആറ്റിങ്ങലാകട്ടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ V ജോയിയെ മത്സരിപ്പിക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹം വർക്കല MLA കൂടിയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയിരുന്നു. ഫ്രാൻസിസ് ജോർജ് ആണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം കോട്ടയത്ത് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള ശുഭാപ്തി വിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് MLA തോമസ് ചാഴികാടനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇടുക്കിയിൽ ജോയിസ് ജോർജും പാലക്കാട് M സ്വരാജും കാസർഗോഡ് കഴിഞ്ഞ തവണ തന്നെ മത്സരിച്ച സതീഷ് ചന്ദ്രന് പകരം NV ബാലകൃഷ്ണനെ കൂടി രംഗത്തിറക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നുണ്ട്. എറണാകുളത്തും ചാലക്കുടിയിലും മലപ്പുറത്തും 2 മണ്ഡലങ്ങളിൽ ഇതുവരെയും വ്യക്തമായൊരു ധാരണയായിട്ടില്ല. സ്വതന്ത്രരെ തന്നെയാണ് എറണാകുളത്ത് തേടുന്നത്. അതിലൂടെ ശക്തമായൊരു പിന്തുണ ഉറപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണുള്ളത്. ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. പൊന്നാനിയിൽ KT ജലീലിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. എറണാകുളത്ത് ലത്തീൻ വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അതിനുള്ള KV തോമസിനെ ചുമതലപ്പെടുത്തി എന്നുള്ള വിവരവും പുറത്തു വരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയും ഉയർന്നു കേൾക്കുന്നുണ്ട്. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ്റെ പേരുണ്ട്. അദ്ദേഹത്തെ കളത്തിലിറക്കാൻ തന്നെയാണ് തീരുമാനം. കാസർഗോഡ് സ്ഥാനാർത്ഥിയായി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു എന്ന വിവരവും കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്.